ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലിറ്റിൽ ഫോറസ്റ്റ് എന്ന കൊറിയൻ മൂവിയെ കുറിച്ചാണ്. സിറ്റിയിൽ താമസിക്കുന്ന നായിക താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരുന്നതും പിന്നെ ആ നാട്ടിലെ അവരുടെ ജീവിതമാണ് ഈ സിനിമയിൽ പറയുന്നത്. കൊറിയൻ ഗ്രാമത്തിന്റെ ഭംഗിയും അവരുടെ ഭക്ഷണ രീതികളും നന്നായി എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണിത്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ നായിക സൈക്കിളിൽ പോകുന്നതാണ്. കൃഷികൾക്ക് ഒരുപാട് പേര് കേട്ട ഒരു നാടാണ് അവളുടേത്. പക്ഷേ എന്തെങ്കിലും സാധനം വാങ്ങണേ സിറ്റി വരെ പോകണം. ഒരു ശൈത്യകാലത്താണ് ഹിവോൺ സിറ്റിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ അവൾ നെരുപ്പോട് കത്തിക്കും, എന്നിട്ട് ചൂട് കായും. അതിനുശേഷം ഫുഡ് ഉണ്ടാക്കാൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൾ നേരെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ അവൾക്ക് കുറച്ച് പച്ചക്കറി കിട്ടും. അത് വെച്ച് അവൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. കഴിച്ചിട്ട് അവൾ നെരുപ്പോട്ടിന്റെ ചൂടും കൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. അടുത്ത ദിവസം എണീറ്റ് അവൾ വീട്ടിൽ നോക്കുമ്പോൾ കുറച്ച് മാവ് കിട്ടും. അത് വെച്ച് അവൾ സൂപ്പ് ഉണ്ടാക്കാൻ നോക്കും. കാരണം തണുപ്പ് കാലത്ത് അവൾക്ക് സൂപ്പ് കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. അവൾ മാവ് കുഴച്ച് വെക്കും. എന്നിട്ട് അവൾ മഞ്ഞ് വൃത്തിയാക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു വണ്ടി അവിടെ നിന്ന് നിർത്തും. അവൾ അത് ആരാന്ന് നോക്കും. അതവളുടെ കളിക്കൂട്ടുകാരൻ ജേഹയായിരുന്നു. അതിനുശേഷം നേരത്തെ കുഴിച്ചു വെച്ച മാവ് കൊണ്ട് അവൾ സൂപ്പ് ഉണ്ടാക്കും. അതും കഴിച്ച് അവൾ വിറക് കീറിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി എൻസു അങ്ങോട്ട് വരും. അവളെ കണ്ട ഉടനെ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എൻസുവും അവളുടെ കളിക്കൂട്ടുകാരിയാണ്. അങ്ങനെ അവളെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചിട്ട് അവർ വീട്ടിലുള്ളിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ അവളുടെ കൂട്ടുകാരി എൻസു ചോദിക്കും, നീ എന്താ തിരിച്ചു വന്നത്? നിന്റെ പരീക്ഷയ്ക്ക് എന്തായി എന്ന് ചോദിക്കും. ഇത് കേട്ടതും നമ്മുടെ നായിക മിണ്ടാതെ ഇരിക്കും. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലായി, നീ പരീക്ഷയ്ക്ക് തോറ്റല്ലേ. അതുമാത്രമല്ല, നിന്റെ ബോയ് ഫ്രണ്ട് പരീക്ഷയ്ക്ക് ജയിച്ചു, അതുകൊണ്ട് നീ ഒളിച്ചു താമസിക്കാൻ വന്നതല്ലേ എന്ന് അവളോട് ചോദിക്കും. അവൾ പറയും, അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് നന്നായി ഫുഡ് കഴിക്കണം. അവിടുത്തെ സിറ്റിയിലെ ഫുഡൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നന്നായി ഫുഡ് കഴിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ പറയും. അതിനുശേഷം എൻസു പറയും, നമ്മുടെ ജേഹയെ ഇവിടെ ഉണ്ട്, അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന്. അതിനുശേഷം ജോഹോയെ കാണിക്കും. ജോഹോയും ഹിവോണും എൻസുവും എല്ലാം ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അവർ പഠിച്ചതും എല്ലാം ഒരേ സ്കൂളിലാണ്. ജേഹയ്ക്ക് സിറ്റിയിലുള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടി. എന്നാൽ അവൻ അതെല്ലാം കളഞ്ഞ് നാട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാരോടൊപ്പം കൃഷിയൊക്കെ നോക്കി ഇവിടെ ജീവിക്കുവാണ്. ഇപ്പോൾ നാട്ടിൽ ഒരു തോട്ടമൊക്കെ തുടങ്ങി അവൻ സ്വന്തമായി കൃഷി ചെയ്ത് ജീവിക്കുന്നു. പിന്നെ എൻസു, അവൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുവാണ്. അവളുടെ ആഗ്രഹം ആ നാട്ടിൽ നിന്ന് പോയി ഏതെങ്കിലും സിറ്റിയിൽ പോയി ജോലി ചെയ്യണം, അവിടെ സെറ്റിൽ ആവണം എന്നാണ് അവൾക്ക് ആഗ്രഹം. പിന്നെ നമ്മുടെ നായിക ഹിവോൺ, അവൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിറ്റിയിലെ ഫുഡ് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാട്ടിൽ വരുന്നതിന് മുമ്പ് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ വിളിച്ചായിരുന്നു. എന്നിട്ട് അവൻ പാസ്സായെന്ന് പറഞ്ഞു. അവൾ തോറ്റത് കൊണ്ട് തന്നെ അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ നല്ല മടിയായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് കുറച്ചുനാൾ മാറി നിൽക്കാനും നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനുമാണ് അവൾ അവളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അവൾക്ക് രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ നല്ല പേടിയാണ്. അതുമാത്രമല്ല, രാത്രി കിടന്നുറങ്ങുമ്പോൾ അവിടെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. അതുകൊണ്ട് അവൾക്ക് നല്ല പേടിയാണ്. അതുകൊണ്ട് അവൾ അന്ന് രാത്രി അവൾ ആന്റിയെ വിളിക്കാന്ന് വിചാരിക്കും. എന്നാലും അവൾ കുറച്ച് ധൈര്യം സംഭരിച്ച് അവൾ കിടന്നുറങ്ങും. അങ്ങനെ പിറ്റേ ദിവസം അവൾ ഉറക്കമണിത്തിരിക്കുമ്പോൾ അവളുടെ ആന്റി അങ്ങോട്ട് വരും. അങ്ങനെ അവൾ ആന്റിയോട് ചോദിക്കും, ഞാൻ വന്നെന്ന് ആന്റിക്ക് എങ്ങനെ മനസ്സിലായെന്ന്. അപ്പം അവര് പറയും, വീടിന്റെ ചിമ്മിനിയിൽ നിന്ന് പുക വരുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, നിന്റെ അമ്മയാണെന്ന് കരുതിയാ ഞാൻ വന്നത്. അപ്പൊ അവള് ചോദിക്കും, അമ്മ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ എന്ന്. അപ്പൊ അവര് പറയും, എനിക്കറിയില്ല, നീ നിന്റെ അമ്മയെ വിളിക്കാറില്ലേ എന്ന് അവര് ചോദിക്കും. അപ്പൊ അവള് പറയും, ഞാൻ വിളിക്കാറൊന്നുമില്ല, നീ എത്ര ദിവസം എവിടെ ഉണ്ടാവുമെന്ന് അവര് ചോദിക്കും. അപ്പൊ അവള് പറയും, കൂടിപ്പോയാൽ 3-4 ദിവസം, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമെന്ന് അവൾ പറയും. എന്നിട്ട് പറയും, അമ്മ എങ്ങനെ വന്നാൽ ഞാൻ ഇവിടെ വന്ന കാര്യം അമ്മയോട് പറയല്ലേ എന്ന് അവരോട് പറയും. അങ്ങനെ ആന്റി അവളെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കും. അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അവൾ കടയിൽ നിന്ന് സാധനവും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ കൂട്ടുകാരൻ ജോഹോ അവളുടെ വീട്ടിന് മുന്നിൽ നിൽക്കും. അവന്റെ കയ്യിൽ ഒരു പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടിയെ അവൻ അവൾക്ക് കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇവൻ കൂട്ടിനുണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് ഇവനെ ഞാൻ നിനക്ക് കൊണ്ട് തന്നതെന്ന് അവൻ പറയും. അപ്പോൾ അവൾ പറയും, എനിക്ക് ഇതിനെ ഒന്നും നോക്കാൻ വയ്യ, കാരണം 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും, പിന്നെ ഇതിനെ ആര് നോക്കാനാണ്, അതുകൊണ്ട് നീ തിരിച്ചു കൊണ്ടുപോകണം എന്ന് അവനോട് പറയും. അവൻ പറയും, കുഴപ്പമില്ല,
കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം ഇവൻ കൂട്ടിനുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വീടിന് പുറത്ത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കും. അവക്ക് നല്ല പോലെ പേടിയാവും. ഉടനെ തന്നെ അവൾ ആ പട്ടിക്കുട്ടിയെ വീടിനുള്ളിലേക്ക് കയറ്റും. അത് കൂട്ടിനുണ്ടായോണ്ട് തന്നെ അവൾ ധൈര്യമായി കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങി കിടക്കുന്നതിനിടയിൽ അവളുടെ ഒരു പഴയകാല ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവളുടെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വരുന്ന ദിവസം അവൾ വിശന്ന് വലഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. അവൾ വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ അമ്മയെ വിളിക്കാൻ തുടങ്ങും. എന്നാൽ അവരുടെ അനക്കമൊന്നും അവിടെ കേൾക്കില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അവളുടെ ആന്റി അവളുടെ അടുത്തേക്ക് വന്ന് പറയുന്നത്, ഉച്ചയ്ക്ക് നിന്റെ അമ്മ എന്റെ അടുത്തേക്ക് വന്നായിരുന്നു, എന്നിട്ട് നിന്നെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് പോയി. അവൾ എങ്ങോട്ടാ പോയതെന്നൊന്നും എനിക്കറിയില്ല, നിനക്കെന്തെങ്കിലും അറിയോ എന്ന് അവളോട് ചോദിക്കും. അവൾ അറിയില്ലെന്ന് പറയും. അങ്ങനെ അവൾക്ക് കഴിക്കാനുള്ള ഫുഡും കൊടുത്ത് അവളുടെ ആന്റി അവിടുന്ന് പോകും. അതിനുശേഷം വീട്ടിനുള്ളിൽ ഒരു കത്തിരിക്കുന്നത് അവൾ കാണും. എന്നാൽ ആ കത്ത് വായിച്ചിട്ട് അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൾ അത് കീറിക്കളയും. എന്നാൽ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, അമ്മ ഇനി ഉടനെ അങ്ങ് തിരിച്ചു വരാൻ പോണില്ലെന്ന്. അവൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവൾ അവളുടെ അമ്മയുമായി അച്ഛന്റെ ഈ നാട്ടിൽ താമസിക്കാൻ വരുന്നത്. അവൾ അച്ഛൻ മരിച്ചു പോയതിനു ശേഷവും അവർ ഇവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. അവസാനം അവളുടെ അമ്മയും അവളുടെ ഉപേക്ഷിച്ചു പോയപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് വാശിയായി. അങ്ങനെ അവളുടെ എൻട്രൻസ് റിസൾട്ട് വരും. അവൾക്ക് സിറ്റിയിലെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവൾ സിറ്റിയിലേക്ക് പോയി. അങ്ങനെ അന്ന് അവൾ സിറ്റിയിലേക്ക് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവൾ ആ നാട്ടിലേക്ക് പോയത്. എന്നിട്ട് അവൾ പ്രതീക്ഷിച്ച പോലൊന്നും അവൾക്ക് അവിടെ ജീവിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് അവൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻസുവും ജേഹയും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവരുമായി ചേർന്ന് അവൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ രണ്ടുപേരും കേക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ എൻസു ഹിവോണിനോട് ഒരു കാര്യം പറയും. നമ്മുടെ എൻസുവിന് ജേഹയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇത് കേട്ടാ നമ്മുടെ ഹിവോൺ പറയും, പണ്ട് നീ ഇവനെ കളിയാക്കി നടന്നത് ഓർമ്മയുണ്ടോ, എന്നിട്ടിപ്പം അവനെ ഇഷ്ടമാണെന്നോ? ഇത് കേട്ട് അവൾ പറയും, അതൊക്കെ പണ്ടല്ലേ, ഇപ്പോ എനിക്ക് അവനെ ഇഷ്ടമാണ്. അതിനുശേഷം എൻസു ഹിവോണിനോട് പറയും, നിനക്കവനെ വല്ല നോട്ടമുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്, അവൻ എന്റെയാണ് എന്ന് അവളോട് പറയും. ഇത് കേട്ട് നമ്മുടെ എൻസു ചിരിക്കും. അങ്ങനെ കേക്ക് റെഡിയാവും. കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോഹോ അവളോട് പറയും, നന്നായിട്ടുണ്ട്, നിന്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയുണ്ട് എന്നവൻ പറയും. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് അവർ രണ്ടുപേരും അവിടുന്ന് പോകും. അടുത്ത ദിവസം നമ്മുടെ ഹിവോൺ അവളുടെ ബോയ് ഫ്രണ്ടിനെ ഫോൺ വിളിക്കും. അങ്ങനെ അവൻ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കും. അങ്ങനെ അതിനുശേഷം ഹിവോൺ ജോഹയുടെ തോട്ടം കാണാൻ പോകും. അവിടെ ചെന്നിട്ട് അവൾ അവനോട് ചോദിക്കും, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് അസൂയയാണ്, നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചത് എന്ന് അവൾ അവനോട് ചോദിക്കും. അവൻ പറയും, എന്റെ അച്ഛനാണ് ഇതെല്ലാം പഠിപ്പിച്ചെന്ന്, ബാക്കിയൊക്കെ ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയാണ് പഠിച്ചതെന്ന് അവൻ അവളോട് പറയും. അങ്ങനെ അവർ കൃഷിയെക്കുറിച്ച് കുറെ കാര്യം സംസാരിക്കും. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ ചെന്ന് അവൾ മദ്യം ഉണ്ടാക്കാൻ തുടങ്ങും. പണ്ടൊരിക്കൽ അവളുടെ അമ്മ അവൾക്ക് ഇതുപോലെ മദ്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇന്നവൾ അത് തനിയെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരെ വിളിക്കും. എന്നാൽ എൻസു വരാൻ വൈകുന്നത് കൊണ്ട് അവൾ ജോഹയുമായിരുന്നു മദ്യം കഴിക്കാൻ തുടങ്ങും. അങ്ങനെ അവരത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് നല്ലോണം തണുക്കും. അങ്ങനെ അവൻ അവളോട് പറയും ആ കഥ കടച്ചിടാൻ. എന്നാൽ അവൾ പറയും, നല്ല തണുപ്പത്തിരുന്ന് വേണം മദ്യം കഴിക്കാൻ, എങ്കിലേ അതിന്റെ ടേസ്റ്റ് കിട്ടുമെന്ന് അവൾ അവനോട് പറയും. എന്നാൽ അവൻ പറയും, എനിക്ക് ഇത്രയും തണുപ്പ് വേണ്ടെന്നും പറഞ്ഞ് അവൻ ആ കഥ കടക്കാൻ അങ്ങോട്ട് പോകും. എന്നാൽ അവൾ അത് അടയ്ക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഡോർ അടയ്ക്കുന്ന കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരും അടി കൂടാൻ തുടങ്ങും. ഇതേ സമയം എൻസു അത് കണ്ടോണ്ട് വരും. എന്നാൽ അത് കണ്ടതും എൻസുവിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഉടനെ തന്നെ അവൾ തിരിച്ചു പോകാൻ തുടങ്ങും. അവൾ തിരിച്ചു പോകാൻ തുടങ്ങുന്നതും അവർ ഇവളെ കാണും. ഇത് കൊണ്ടടഞ്ഞ് എൻസു ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അകത്തോട്ട് ചെല്ലും. അങ്ങനെ 3 പേരും കൂടി മദ്യപിക്കാൻ തുടങ്ങും. അങ്ങനെ കുടിച്ച് എൻസുവും ജേഹയും ബോധം കെട്ട് ഉറക്കത്തിലാവും. ഇതേ സമയം ഹിയോൺ അവിടെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജേഹ അവിടെ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പറയുന്നത് അവൾ കേൾക്കും. അവൾ അങ്ങനെ അവന്റെ അടുത്ത് പോയിരുന്ന് അവൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും. അവൻ കൃഷിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അവൾ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ മഞ്ഞുകാലം കഴിഞ്ഞിട്ടേ അവൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കും. അങ്ങനെ അവളും കൃഷി ചെയ്യാൻ തുടങ്ങും. ആദ്യം ഉരുളക്കിഴങ്ങ് വെക്കും. മഞ്ഞുകാലത്താണ് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് മുളച്ചു വരും. അത് മുളച്ചു വന്നാൽ ഉടനെ തന്നെ മറ്റ് കൃഷി ചെയ്യാൻ സമയമായെന്നാണ് അർത്ഥം. അങ്ങനെ അവൾ ചന്തയിൽ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെ അവൾ കൃഷി തുടങ്ങും. അവളെ സഹായിക്കാനായി എൻസുവും ജോഹയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ സന്തോഷത്തോടെ പോകും. അവൾക്ക് അവിടെ ആകെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അവിടുത്തെ നാട്ടുകാരാണ്. അവളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രേമം എന്തെങ്കിലും ഉണ്ടോ,
നിന്റെ അമ്മ എന്താണ് തിരിച്ചു വരാത്തത് എന്നുള്ള ചോദ്യങ്ങൾ. അവൾക്ക് ആകെ ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം ഇവരെ മാത്രമാണ്. അങ്ങനെ വീട്ടിൽ വന്ന് വീണ്ടും അവൾ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങും. അവൾ എന്ത് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാലും അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വരും. അവളുടെ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല മിടുക്കിയായിരുന്നു. ഇത് കണ്ടാണ് അവളും ഇതെല്ലാം പഠിച്ചത്. ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല, അത് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനും അവൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഓർത്ത് അവൾ പുറത്ത് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ അങ്ങോട്ട് വരും. അങ്ങനെ അവൾ ആ കത്ത് നോക്കുമ്പോൾ അത് അവളുടെ അമ്മയുടെ കത്തായിരുന്നു. എന്നാൽ ആ കത്ത് വായിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാലും മനസ്സില്ല മനസ്സോടെ അവൾ ആ കത്ത് പൊട്ടിച്ച് വായിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജേഹോയും ഹ്യുവോണും കൂടെ ഒരു പാടത്തിരിക്കുകയാണ്. അവൾ അവളുടെ അമ്മ അയച്ച കത്തിനെ കുറിച്ച് അവനോട് പറയും. ഉടനെ അവൻ അവളോട് ചോദിക്കും, എന്താണ് നിന്റെ അമ്മ കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫുഡിന്റെ റെസിപ്പിയാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് അവൾ അവനോട് പറയും. അവൾ പണ്ടി റെസിപ്പി ചോദിച്ച് അമ്മയുടെ പുറകെ കുറെ കാലം നടന്നതാണ്. എന്നിട്ടും അമ്മ അവൾക്കത് പറഞ്ഞു കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ കത്തയച്ചിരിക്കുന്നു. അങ്ങനെ മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങും. നെൽപ്പാടങ്ങളൊക്കെ വിളയാൻ തുടങ്ങും. നെൽപ്പാടങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹ്യുവോണിന്റെ കൃഷിത്തോട്ടത്തിലെ കൃഷികളും നല്ലതുപോലെ വിളഞ്ഞു നിൽക്കും. അതിനുശേഷം എൻസു ഹ്യുവോണിനെ കാണാൻ വീട്ടിൽ വരും. അവൾ വന്നിട്ട് അവളുടെ ജോലി സ്ഥലത്തെ കുറെ പ്രശ്നങ്ങൾ അവളോട് പറയും. ഇതെല്ലാം കേട്ടിട്ട് ഹ്യുവോൺ പറയും, നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നിനക്ക് ആ ജോലി നിർത്തിക്കൂടെ എന്ന്. ഇത് കേട്ട എൻസു പറയും, ജോലി നിർത്തിയാ എന്റെ പ്രശ്നമെല്ലാം മാറുമോ? നീ ഈ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നിന്നോട് ഞാൻ ഇനി ഒരിക്കലും മിണ്ടില്ല എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോവും. പണ്ടിതുപോലെ ഹ്യുവോണിനെ കൂട്ടുകാരെല്ലാരും ചേർന്ന് കളിയാക്കുമ്പോൾ അവളും ഇതുപോലെ വന്ന് അവളുടെ അമ്മയെടുത്ത് പരാതി പറയുമായിരുന്നു. ഇത് കേട്ട അവളുടെ അമ്മ പറയും, നീ ഇനി സ്കൂളിൽ പോണ്ടെന്ന്. ഇത് കേട്ട ഹ്യുവോൺ അമ്മയോട് മിണ്ടാതെ പിണങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ അവളുടെ പിണക്കം മാറ്റാനായി അവളുടെ അമ്മ അവൾക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഹ്യുവോൺ അതേ ഡിഷ് ഉണ്ടാക്കി എൻസുവിന്റെ പിണക്കം മാറ്റാനായി അവളുടെ ബാങ്കിൽ പോയി അത് അവൾക്ക് കൊണ്ട് കൊടുക്കും. അത് കഴിക്കുന്നതോടെ അവളുടെ പിണക്കമെല്ലാം മാറും. അങ്ങനെ അടുത്ത ദിവസം ഹ്യുവോൺ തന്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചെടുത്ത് നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്ന് അത് വെച്ച് നല്ല അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കി അതും കഴിച്ചുകൊണ്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അവൾക്ക് അവളുടെ അമ്മയുമായിട്ടുള്ള പഴയ ഒരു ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വരും. അവരുടെ വീട്ടിന് മുന്നിൽ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ കാറ്റും കൊണ്ടിരുന്ന് അവൾക്ക് അവളുടെ അമ്മയോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അമ്മൂമ്മ അങ്ങോട്ട് വരും. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അവിടുന്ന് പോകും. ഇത് കണ്ട ഹ്യുവോൺ അവളുടെ അമ്മയോട് ചോദിക്കും, അമ്മ എന്താ അമ്മൂമ്മയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തതെന്ന്. ഇത് കേട്ട് അവളുടെ അമ്മ പറയും, നിന്റെ അച്ഛനുമായുള്ള ബന്ധം നിന്റെ അമ്മൂമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്, പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. എന്നിട്ട് ഹ്യുവോൺ ചോദിക്കും, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് വേറെ പ്രേമമൊന്നുമില്ലായിരുന്നോ? അതോ എന്നെ പേടിച്ചിട്ടാണോ അമ്മ വേറെ പ്രേമിക്കാത്തത്? ഇത് കേട്ട് അവളുടെ അമ്മ പറയും, എനിക്ക് പ്രേമിക്കാൻ തോന്നിയാൽ ഞാൻ പ്രേമിക്കും, അതിന് നിന്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. മനുഷ്യരോട് തന്നെ പ്രേമം തോന്നണമെന്നില്ലല്ലോ, യാത്രകളോടും ആഹാരത്തോടും ഒക്കെ എനിക്ക് പ്രേമം തോന്നാറുണ്ട് എന്ന് അവളുടെ അമ്മ പറയും. അങ്ങനെ അമ്മയുമായുള്ള ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾ ഒരു തക്കാളി കഴിച്ച് തോട്ടത്തിലൂടെ നടക്കും. അങ്ങനെ അന്ന് രാത്രി ഒരു പുഴയുടെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഹ്യുവോണും ജേഹോയും. അങ്ങനെ ജേഹോ അവളോട് ചോദിക്കും, നീ നിന്റെ ചെറുക്കന് ഇതുപോലെ എന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു? ഇത് കേട്ടിട്ട് അവൾ പറയും, ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, അതിനുശേഷം നിർത്തി. ഒരിക്കൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവന്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഈ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ പകുതി കഴിവ് അവൾക്ക് പഠിത്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ രക്ഷപ്പെട്ടേനെ എന്ന് അവൻ അവന്റെ കൂട്ടുകാരോട് പറഞ്ഞത് അവൾ കേട്ടു. അത് കേട്ടതോടെ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തിയെന്ന് അവൾ ജോഹയോട് പറയും. അത് കഴിഞ്ഞ് ഹ്യുവോൺ ജോഹയോട് ചോദിക്കും, നീ നിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് എന്താണ് പിരിഞ്ഞതെന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയും, ഞങ്ങൾ പിരിഞ്ഞതൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് വന്നപ്പോ എനിക്ക് നല്ല സന്തോഷമായിരുന്നു, എന്നാൽ അവളെ പിരിഞ്ഞു വന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നവൻ പറയും. അങ്ങനെ ഇവർ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻസു അങ്ങോട്ട് ഒരു മദ്യക്കുപ്പിയുമായി അങ്ങോട്ട് വരും. അങ്ങനെ അവർ 3 പേരും കൂടി അതൊക്കെ കഴിച്ചതിന് ശേഷം ഹ്യുവോൺ തിരിച്ച് വീട്ടിൽ ചെന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കും. വിളിച്ചിട്ട് അവൾ അവനോട് പറയും, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് അവൻ പറയും, എനിക്കറിയാം, നമുക്ക് പിരിയാമെന്നല്ലേ? അവൾ പറയും, അതെ, കുറച്ച് വൈകിപ്പോയെന്നറിയാൽ, എന്നാലും എനിക്കിത് പറഞ്ഞേ പറ്റൂ എന്നവൾ പറയും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എക്സാം ജയിച്ചതിന് അവന് കൺഗ്രാറ്റ്സും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോകും. വേനൽക്കാലവും കഴിഞ്ഞ് മഴക്കാലമാകും. അങ്ങനെ അടുത്ത ദിവസം ഹ്യുവോൺ ബാങ്ക് വരെ പോകും. കൂടെ എൻസുവും ഉണ്ട്. അപ്പോൾ എൻസു പറയും, വൈകിട്ട് നമുക്ക് ജോഹയും കൂട്ടി ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് അവൾ പറയും. ഇത് കേട്ട ഹ്യുവോൺ പറയും, അവനെ ഒന്ന് നിനക്ക് വെറുതെ വിട്ടുകൂടെ? അവൻ കൃഷിയൊക്കെയായി നല്ല തിരക്കിലായിരിക്കും. അതൊക്കെ പോട്ടെ, നീ എന്നാ അവനോട് ഇഷ്ടമാന്ന് പറയാൻ പോകുന്നത്? ഇത് കേട്ട് എൻസു പറയും,
ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും എന്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ട ഹിവോൺ പറയും, നീ അവനോട് തുറന്നു പറയാതെ അവൻ ഒരിക്കലും അത് മനസ്സിലാവാൻ പോകുന്നില്ലെന്ന്. ഇതും പറഞ്ഞ് അവൾ പോകും. അങ്ങനെ അടുത്ത ദിവസം ഹിവോണും എൻസും കൂടി ഒരു കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോൾ എൻസു ആ കാഴ്ച കണ്ട് ഞെട്ടും. എന്താന്ന് വെച്ചാൽ ജോഹോ അവന്റെ ഗേൾഫ്രണ്ടുമായി നടന്നു വരുന്നതാണ് അവൾ കാണുന്നത്. ഇത് കണ്ടതും അവൾക്ക് ഒട്ടും സഹിക്കില്ല. അതിനുശേഷം എൻസോ ഹിവോണും കൂടെ ഹിവോണിന്റെ വീട്ടിൽ പോയി എൻസു അവിടെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. ഹിവോൺ അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഹിവോൺ എൻസുവിനെയും വിളിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകും. എന്നാൽ ഇത്തവണ ഫുഡ് ഉണ്ടാക്കുന്നത് എൻസു ആണ്. അവൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടതെന്ന് എൻസുവിന് ഹിവോൺ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവൾ ജോഹോയോടുള്ള ദേഷ്യത്തിൽ മുളകൊക്കെ ഒരുപാട് അരിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ ആ ഫുഡ് ഉണ്ടാക്കിയതിനു ശേഷം അത് അവർ തന്നെ കഴിച്ച് സഹിക്കാൻ വയ്യാതെ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴാണ് ജോഹോ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവനും വന്നിരുന്ന് അത് കഴിക്കും. ഉടനെ എൻസ് ചോദിക്കും, നിന്റെ ഗേൾഫ്രണ്ട് എവിടെയെന്ന്. അവൻ പറയും, അവൾ തിരിച്ചു പോയെന്ന്. എന്നാൽ അത് പറയുമ്പോഴുള്ള അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ഹിവോണിന് മനസ്സിലാവും അവര് പിരിഞ്ഞെന്ന്. എന്നാലും അവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ജോഹോയുടെ ആപ്പിൾ തോട്ടം കാണാൻ ഹിവൺ അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ അവൻ പറയും, ഇവിടുന്ന് കുറച്ച് ആപ്പിൾ പറിക്കാൻ നീ എന്നെ സഹായിച്ചാൽ നിനക്കിൽ നിന്ന് കുറച്ചെണ്ണം വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ തരാമെന്ന് അവൻ അവളോട് പറയും. ഇത് കേട്ട് അവൾ പറയും, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ആന്റിയോടൊപ്പം നെൽപ്പാടത്തേക്ക് ചെല്ലാമെന്ന് ഞാൻ ആന്റിക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന് അവൾ അവനോട് പറയും. ഇത് കേട്ട് അവൻ പറയും, നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നീ നല്ല തിരക്കിലാണല്ലോ എന്ന്. ഇത് കേട്ട് അവൾ പറയും, ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകും. ഇതും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. അന്ന് രാത്രി നല്ല മഴയും കാറ്റുമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഉറക്കം എണീറ്റ് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് നെൽപ്പാടമെല്ലാം നശിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവൾ ജോഹോയുടെ തോട്ടത്തിലേക്ക് പോകും. ഇന്നലത്തെ കാറ്റും മഴയും ഇവിടെയും ബാധിച്ചു അല്ലേ, അവൾ അവനോട് പറയും. ഇത് കേട്ട് അവൻ പറയും, പുതിയ കർഷകരെന്ന നിലയ്ക്ക് ഞാൻ കുറെ പാഠങ്ങൾ പഠിച്ചു എന്ന്. അപ്പോൾ അവൾ പറയും, കൃഷി ഇത്രയും കുഴപ്പം പിടിച്ച പണിയായിട്ടും നീ എങ്ങനെയായി ജീവിതം ആസ്വദിക്കുന്നത് എന്ന് അവൾ അവനോട് ചോദിക്കും. ഇത് കേട്ട് അവൻ പറയും, ഇങ്ങനത്തെ കുറച്ച് തിരിച്ചടികൾ കിട്ടുമെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾക്ക് ആരെയും ആജ്ഞ അനുസരിച്ചൊന്നും ജോലി ചെയ്യേണ്ടി വരില്ല. അങ്ങനെ അവൾ അവനെ സഹായിക്കാൻ നോക്കും. ഇത് കണ്ട് അവൻ പറയും, നീ വെക്കോ, ഞാൻ ഇതെല്ലാം ചെയ്തോളാമെന്ന് അവൻ അവളോട് പറയും. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ അവൾക്കൊരു ആപ്പിൾ പറിച്ചു കൊടുക്കും. ഇത് കണ്ട് ഹിവോൺ പറയും, ആഹാ, ഇത് നല്ല ആപ്പിൾ ആണല്ലോ. ഇത് കേട്ട് അവൻ പറയും, അതെ, നല്ല ആപ്പിളാണ്, ഇത്രയും വലിയ കാറ്റും മഴയും പെയ്തിട്ടും അത് പിടിച്ചു നിന്നു, നിന്നെ പോലെയല്ല എന്നവൻ പറയും. ഇത് കേട്ട് അവൾക്കെന്തോ അവൻ അവളെ കുത്തി പറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അങ്ങനെ വീട്ടിൽ ചെന്നിട്ടും അവൻ പറഞ്ഞതും ആലോചിച്ചിരിക്കും. എന്നിട്ട് അവൾ മനസ്സിൽ കരുതും, അവൻ പറഞ്ഞത് ശരിയാ, ഞാൻ ആവശ്യമുള്ളതിനെ ഒഴിവാക്കും. എന്നിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന പോലെ നടിച്ച് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതെ നടക്കും. അമ്മയുടെ വഴക്കിട്ട് അവൾ സിറ്റിയിൽ പോയി താമസിച്ചത് ഇതുപോലെ തന്നെയാണ്. അതിനുശേഷം അവൾ പണ്ട് വലിച്ചെറിഞ്ഞ അവളുടെ അമ്മയുടെ കത്തെടുത്ത് അവൾ വായിക്കും. കോളേജിൽ പോകാനായി ഉടനെ തന്നെ നീ സിറ്റിയിലേക്ക് മാറും, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാകും, അതുകൊണ്ട് എനിക്കും ഇവിടുന്ന് പോകണം. ഒരുപാട് നേരത്തെ വിവാഹം ചെയ്തതുകൊണ്ട് എനിക്ക് സാധിക്കാതെ പോയ കുറെ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് നേടിയെടുക്കണം. ചിലപ്പോ ഞാൻ അതിൽ ജയിച്ചേക്കാം, അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. ഒരുപാട് താമസിച്ചു പോയോ എന്ന് എനിക്ക് ഭയമുണ്ട്, എന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ ഇവിടെ വളർത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇവിടുത്തെ മണ്ണും വെയിലും കാറ്റും എല്ലാം ഓർക്കുമ്പോൾ നിന്റെ സങ്കടം എല്ലാം മാറും. ഇതായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ആ കത്ത് വായിച്ചതോടെ അവക്ക് അമ്മയോടുള്ള എല്ലാ ദേഷ്യവും അപ്പൊ തന്നെ മാറും. അന്ന് രാത്രി തന്നെ അവൾ അമ്മയ്ക്കൊരു കത്തെഴുതും. എന്നിട്ട് അവൾ സിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കും. എന്നിട്ട് അവളുടെ അമ്മ വന്നാൽ അത് വായിക്കാനായിട്ട് അവൾ അവിടെ ഒരു കത്ത് തൂക്കിയിടും. എന്നിട്ട് വീടൊക്കെ പൂട്ടി അവൾ പുറത്തിറങ്ങും. പുറത്തിറങ്ങിയിട്ട് അവിടെയും അവളോട് കത്ത് വെക്കും. അത് ജോഹോയ്ക്കുള്ളതായിരുന്നു. അവളുടെ നായക്കുട്ടിയെയും അവളുടെ കൃഷിത്തോട്ടവും ഇനി അവൻ നോക്കണമെന്ന് പറഞ്ഞാണ് അവൾ ആ കത്ത് എഴുതി വെച്ചത്. അങ്ങനെ ജോഹോയും എൻസുവും കൂടി അവളുടെ കൃഷിത്തോട്ടമെല്ലാം നോക്കും. അപ്പോൾ എൻസു ജോഹോയോട് പറയും, അവൾ എന്ത് പരിപാടിയാ കാണിച്ചത്, നമ്മളോടൊരു വാക്ക് പോലും പറയാതല്ലേ അവൾ പോയത്. ഇത് കേട്ട് എൻസു പറയും, എനിക്ക് തോന്നുന്നത് അവൾ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ്. അതിനുശേഷം ഹിവോണിനെ കാണിക്കും. അവൾ തോറ്റ സബ്ജക്റ്റ് എല്ലാം എഴുതിയെടുത്തിട്ട് അവളുടെ സിറ്റിയിലെ ജീവിതം മതിയാക്കി അവൾ വീണ്ടും ഗ്രാമത്തിലേക്ക് വരും. ഇനി ഒരിക്കലും തിരിച്ചങ്ങോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചാണ് അവൾ വന്നത്. അവൾ വീട്ടിലെത്തി കുറച്ചു കഴിയുമ്പോൾ അവളുടെ നായക്കുട്ടി അങ്ങോട്ട് ഓടി വരും. അവൾ തിരിച്ചു വന്നതറിഞ്ഞ് ജോഹോ അവനെ വീണ്ടും അവളുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പോയതാണ്. അങ്ങനെ അവൾ അവളുടെ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ പറിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അവൾ സൈക്കിളിൽ നാട് മൊത്തം ചുറ്റി കാണും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവളുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ കാണും. അവൾക്ക് മനസ്സിലായി അവളുടെ അമ്മ തിരിച്ചു വന്നെന്ന്. അങ്ങനെ സന്തോഷത്തോടെ അവളുടെ അമ്മയെ കാണാൻ അവൾ വീട്ടിലേക്ക് നടക്കുമ്പോൾ സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.